ഹലോ ഗായ്സ്, എൻ്റെ പേര് അർജുന എന്ന് കളിക്കുന്ന മൗണ്ട് ക്രാഫ്റ്റ് ആണ്. എന്തൊരു ലോഡാവുന്നില്ല, കുറച്ചിട്ടിട്ടയക്കും. സാധനം ലോഡാണ്, റെൻഡർ ലോഡാവുന്നില്ല. ഫുള്ള് കിടക്കട്ട് നോക്കിയ റെൻഡർ അങ്ങനെ വന്നു. ചെറിയ ലാഗൊക്കെ കാണും. ഇത് ഇങ്ങനെ കുറച്ച് മരം മുറിക്കാൻ. അങ്ങനെ ഞാൻ ഫസ്റ്റ് മുറിച്ച മരം കൊണ്ടുപോയി ഇങ്ങ് വെക്കുകയാണ്. ഇനി ഞാൻ ബാക്കി മൈൻ ചെയ്തിറക്കാൻ പോകുന്നത്. ഇങ്ങോട്ടൊക്കെ കുറെ ഈ സാധനമുണ്ട്. എനിക്ക് എങ്ങെങ്കിലും ഒരു ക്യാബ് കണ്ടുപിടിക്കാൻ. ഇത് കൊള്ളാൻ തോന്നി, ഈ ക്യാബ് കൊള്ളാൻ. നിക്കേ ശരിയെന്നാണ് തോന്നുന്നു. ചെറിയൊരു ക്രാഷ് നടന്നിന് ഗെയിമിന്. റെൻഡർ കൂട്ടിയിട്ടിരിക്കണുണ്ട്. ഇനി നമുക്ക് ഷീപ്പിനെ തട്ടിക്കളയണം. ഷീപ്പിനെ തട്ടണ്ട, ഇങ്ങനെ കൈ വെച്ച് അടിച്ച് തട്ടണം. ഞാൻ സ്റ്റക്കാൻ തോന്നുന്നു. ഓക്കെ, അങ്ങനെ സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഇതിനെ അടിച്ചു കൊന്നിട്ടുണ്ട്. ഇനി ഒരെണ്ണം കൂടെ ഒന്ന് കിട്ടിയാൽ മതി. ഇനി ഞാൻ ഷീപ്പിനെ കണ്ടുപിടിക്കും. ഈ വീഡിയോ കാണുന്നവരെല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും എല്ലാം ചെയ്യണം. പിന്നെ ഈ വീഡിയോക്ക് സപ്പോർട്ടൊക്കെ ഉണ്ടായിരുന്നാൽ ഇനി വീഡിയോ ഒക്കെ ഇടുള്ളൂ. ഇനി ഷീപ്പില്ലെന്തോ. നമുക്ക് മലയുടെ അപ്പത്തെ സൈഡിൽ പോയി നോക്കാം. അപ്പത്തെ സൈഡിൽ ചിലപ്പോൾ ഷീപ്പ് കാണും. ഞാൻ ഇനിയിപ്പോൾ എപ്പം ഷീപ്പിനെ കണ്ടിട്ട്. അങ്ങനെ എനിക്ക് ഷീപ്പിനെ കിട്ടിയിട്ടുണ്ട്. നേരെ തിരിയണവും ഇല്ലല്ലോ. ഓക്കെ, അങ്ങനെ ഞാൻ ഇനി നല്ലൊരു സ്പേസ് കണ്ടുപിടിച്ചിട്ട് വരാം. ഓക്കെ, ഇത് നല്ലൊരു ക്യാബെന്നാണ് തോന്നുന്നത്. താഴോട്ട് ഇത് ഞാൻ നേരത്തെ കണ്ടത് തന്നെ. ഇതിൻ്റെ അകത്ത് ബേസ് സെറ്റപ്പ് ആക്കണം. ഓരോ റീസ്പോൺ സെറ്റ് ചെയ്യണം. ആദ്യം നമ്മൾ ലോഗിനെ എടുത്തിട്ട് ഇങ്ങനെ വയ്ക്കുമ്പം നമുക്ക് പ്ലാങ്ക് കിട്ടും. പ്ലാങ്ക് എടുത്തിട്ട് നമ്മളിങ്ങനെ ചുറ്റിച്ച് കൊണ്ടുവരുമ്പോൾ നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ എന്ന് പറയുന്ന സാധനം കിട്ടും. നമ്മൾ അതങ്ങ് എടുത്ത് വെച്ചിട്ട് നമ്മളാണെങ്കിൽ അത് വെച്ച് സ്റ്റിക്ക് ഉണ്ടാക്കണം. എന്നിട്ട് നമ്മൾ സ്റ്റിക്ക് വെച്ച് ഒരു പിക്കാസും ഒരു ആസും ഉണ്ടാക്കണം. ഇനി നമ്മൾ എന്തൊരു ചെയ്യണമെന്ന് വെച്ചാൽ ഇങ്ങനെ വെച്ചിട്ട് ഊളും കൂടെ അതിൻ്റെ ഓരോടുത്ത് വെച്ചാൽ നമുക്കാണെങ്കിൽ ഒരു ബെഡ് കിട്ടും. നമ്മളിനി ബെഡിനെ എടുത്തിട്ട്
ചെയ്യണം. ഇനി ഇതിന്റെ താര താങ്ങാമോ? ഇറങ്ങണോ താര? എന്നാ സ്കെലിട്ടനൊക്കെ നിൽക്കാൻ കുറച്ച് കൂടെ കരികെട്ടെ. ഞാൻ താര ഇറങ്ങാൻ പറ്റുന്നു. സ്കെലിട്ടനായിട്ട് അമ്പ് വിടണമെങ്കിൽ ഞാൻ ഇങ്ങനെ നമുക്ക് കുതിച്ചു വീഴ്ച താരോട്ട് ഇറങ്ങാം. സ്റ്റെയർ പോലെ. ഞാൻ എൻ്റെ താര ഇറങ്ങിയിട്ട് ബാക്കി കാണിക്കുന്നതായിരിക്കും. അങ്ങനെ ഗായ്സ് നൈറ്റായി വരുന്നുണ്ട്. നമ്മൾ നൈറ്റ് ആവുന്ന സമയത്ത് നമ്മളാണെങ്കിൽ ക്യാറെ കിടന്നുറങ്ങണം. ഇല്ലെങ്കിൽ ജീവികളൊക്കെ വന്ന് കുറച്ചുകൂടെ നൈറ്റ് ആവണമെന്ന് കണ്ടിട്ട് തോന്നുന്നു. ശ്രദ്ധിച്ച് നോക്കിയാൽ അത് ബാക്കിലോട്ട് പോണ കാണാൻ പറ്റുക സൂര്യൻ. ഇപ്പൊ അത് ബാക്കിലോട്ട് പോകും. കണ്ടോ? ബാക്കിലോട്ട് പോയി. ഇനി നമുക്ക് കിടന്നുറങ്ങാൻ പറ്റും അത് ബാക്കിലോട്ട് പോയാൽ. സൗണ്ട് ഉണ്ടാക്കാതെ ഞാൻ വീഡിയോ എടുക്കണ കണ്ടൂടെ. ഇനി ഞാൻ ബാക്കി വീണ്ടും പണികളിലോട്ട് കിടക്കും. ഞാൻ ചുമ്മാ വെള്ളത്തിൽ ഇറങ്ങിയപ്പോഴേക്കും ഒരു അച്ചീവ്മെന്റ് കൂടെ എനിക്ക് കിട്ടുന്നതായി. ഇതിനെ ബ്ലോക്കാക്കി വെക്കാം. ഇത് ബ്ലോക്ക് ആവുന്നില്ലല്ലോ. ഇനി ബ്ലോക്ക് ആക്കണമെങ്കിൽ ഇതിന്റെ ഓര കയറണമല്ലോ. ഇത് അങ്ങനെ ഞാൻ കുറച്ച് അയണൊക്കെ കണ്ടിരുന്നു. അതൊക്കെ പോയി എടുക്കണം. ഇത് വെള്ളം പോയി ബ്ലോക്ക് ആക്കിട്ടു. വെള്ളം രണ്ടും അടിക്കാണ്. ഞാൻ ഇതുവഴി കേട്ടാ പോയി ബ്ലോക്ക് ആക്കി. ഇത് ഐസ് ഉരുവി കണ്ടാണ് വെള്ളം എന്നാണ് തോന്നുന്നു താരോട്ട് വരണം. ഇത് ഒരു ബ്ലോക്ക് തന്നെ ഉണ്ട്. അടച്ചിട്ടുണ്ട് അങ്ങനെ വെള്ളം. ഇനി ആ വെള്ളത്തിന്റെ ശല്യം ഒന്നും കാണൂല. ഇനിയും താരോട്ട് ഇറങ്ങാം. പ്ലാസ്റ്റിക് ടേബിൾ ഇങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി. അങ്ങനെ എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഇനി നമ്മള് ക്രാഫ്റ്റിംഗ് ടേബിൾ പോയിട്ട് കല്ലെടുത്ത് അങ്ങനെ പിടിപ്പിച്ച് കൊണ്ടുവരണം. എന്നിട്ട് നമ്മളാണ് ഇതിനടുത്ത് വെള്ളം. ഇനി നമ്മൾ പുതിയ അടുത്ത് വന്നു. ഇനി നമ്മളാണെങ്കിൽ ഇതാ ഈ സാധനം എടുത്തിട്ട് ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ വെച്ചാൽ നമുക്ക് സ്ലാബ് എന്ന് പറയുന്ന സാധനം ഇട്ട് നമ്മൾ ഈ സ്ലാബ് എടുത്തിട്ട് ഇതിൻ്റെ അകത്തെടുത്ത് വയ്ക്കണം. അപ്പൊ ലോഗ് ഇത് കുറെ ഉപയോഗം വരില്ല. ഇനി നമ്മൾ ഇതെടുത്ത് കരിക്കണം. എനിക്ക് തട്ടിപ്പോകും ചില.